ഹായ്, ഇന്ന് നമുക്ക് വീട്ടിൽ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ സമയം കളയാതെ കുക്കിംഗ് തുടങ്ങിയാലോ? ഒരു പാത്രത്തിനകത്തോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലോർ, 2 സ്പൂണ് മൈദ, 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോ എല്ലില്ലാത്ത ചിക്കനാണ്. ഇത് ചിക്കനിൽ നന്നായി പുരട്ടുക. കൈ കൊണ്ട് പുരട്ടുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല പറ്റുമല്ലോ. ഇനി ഇവരിവിടെ ഇരുന്ന് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കട്ടില്ലേ? 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ആ എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. തീയുടെ ചൂടെന്ന് പറഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമാണ്. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം വേഗത്തില്ല. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാമെന്ന് പറഞ്ഞത്. ഞാനിതെല്ലാം ഇവിടെ പെറുക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ് വേകുമേ. അതിനുശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടെ മതി. അന്നേരപ്പോഴത്തേനും അത് മൂത്ത് വരും. നമുക്കത് കോരിയെടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ എടുത്തേക്കുന്നത്. രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് ചില്ലി സോസും കൂടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാമേ. 1/2 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കലക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അത്യാവശ്യം വിസ്താരമുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിനകത്തോട്ട് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിനുശേഷം ഞാൻ ക്യാപ്സിക്കവും ഉള്ളിയും കൂടാണ് ഇട്ടേക്കുന്നത്. അത് 3 കളർ ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറാതെ തന്നെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്ന് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന സോസുകൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ഉണ്ടായിരുന്നെങ്കിൽ ആ മുളക് പൊടി ഇടുന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് മുളക് പൊടിയായിട്ട് ഞാൻ ഇട്ടത്. അതിനുശേഷം ഞാൻ 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഉപ്പിടുന്ന ഭാഗം ഈ വീഡിയോയിൽ കിട്ടിയില്ല. നിങ്ങൾ ഈ സമയം അല്പം ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം ഇങ്ങനെ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസുകളിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും ആ സോസ് ആകത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അങ്ങനെ ഇതെല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുമ്പേ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. വീണ്ടും നമുക്ക് മിക്സ് വരില്ലേ. ഈ കോൺഫ്ലവറിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇതിങ്ങനെ കുറുക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ തയ്യാറായി. അപ്പോൾ ഇന്നത്തെ ചില്ലി ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ടേസ്റ്റി റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.